നമ്മൾ ചില ബുക്കിന്റെ ഭംഗി കണ്ടിട്ട് ആ ബുക്ക് വാങ്ങിക്കില്ലേ അല്ലേ? അങ്ങനെ ഞാൻ വാങ്ങിച്ച ബുക്കാണ് ദ ഡേയ്സ് അറ്റ് ദ മൊറിസാക്കി ബുക്ക് ഷോപ്പ് ബൈ ജാപ്പനീസ് ഓതർ സതോഷി യാഗിസാവ. പക്ഷേ ഈ ബുക്ക് ഞാൻ ലാസ്റ്റ് ഇയർ വായിച്ചതാണ്. ഈ ഇയർ ഞാൻ വായിച്ചത് ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള മോർ ഡേയ്സ് അറ്റ് ദ മൊറിസാക്കി ബുക്ക് ഷോപ്പാണ്. സോ ദിസ് ഇസ് അവർ തേർഡ് ബുക്ക് ഓഫ് ദ സീരീസ് 25 ബുക്സ് ഇൻ 2025. ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡേയ്സ് അറ്റ് ദ മൊറിസാക്കി ബുക്ക് ഷോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു വാം കംഫർട്ടിംഗ് ബുക്കായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ബുക്കിന് ഞാൻ മിക്സഡ് റിവ്യൂസും കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ബ്ലാൻഡ് ആൻഡ് സില്ലി ആയിട്ട് തോന്നിയെന്നൊക്കെ. നമുക്ക് എല്ലാവർക്കും ലൈഫിന്റെ സം പോയിന്റ് ഓഫ് ടൈമിൽ ഭയങ്കര ലോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ? അതേപോലെ തന്നെയാണ് ഈ കഥയിലത്തെ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ടക്കാക്കോ എന്ന് പറഞ്ഞ ഒരു യങ് ഗേളിന് തന്റെ ജോലി നഷ്ടപ്പെട്ട് തന്റെ റിലേഷൻഷിപ്പ് ബ്രേക്കായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ നിന്ന് ഒരു ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്റെ അങ്കിളിന്റെ ഷോപ്പായിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പ് ആയിട്ടുള്ള ഈ മൊറിസാക്കി ബുക്ക് ഷോപ്പിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് എങ്ങനെയാണ് ടക്കാക്കോ തന്റെ ലൈഫ് ഫിക്സ് ചെയ്യുന്നത്, അതായത് തന്നെ കണ്ടുപിടിക്കുന്നത്, തന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്നത്, സ്വയം കംഫർട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു ബുക്കാണ് ഈ ഡേയ്സ് അറ്റ് ദ മൊറിസാക്കി ബുക്ക് ഷോപ്പ്. ഒരു ജാപ്പനീസ് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറേ ജാപ്പനീസ് ഫുഡ്സ് ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കഥ വായിക്കും തോറും ഞാൻ ഗൂഗിളിൽ കയറി അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ഈ ബുക്കിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് പാർട്ട് മോശമാണെന്നല്ല, കാരണം കുറേ പേർക്ക് സെക്കൻഡ് പാർട്ടാണ് ഇഷ്ടപ്പെട്ടത്. ഈ ബുക്കിനെ പറ്റിയിട്ടുള്ള ഫാക്ട് പറയാനാണെങ്കിൽ നമ്മളുടെ ഓതറിന്റെ ഡെബ്യൂ ബുക്കാണിത്. ആൻഡ് ഈ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ട്, ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്സ് വിൽക്കുന്ന സ്ട്രീറ്റ്, അത് റിയൽ ആണ്. എനിക്ക് ഈ ബുക്ക് ചില സന്ദർഭങ്ങളിൽ കുറച്ച് ലാഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു, കാരണം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ ലാഗ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ബുക്ക് വായിക്കുമ്പോൾ. എൻ്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് ബുക്സും ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബുക്കാണ്. കാരണം ആദ്യമായിട്ട് വായിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന ബുക്കാണ്. ഫസ്റ്റ് ബുക്കിൽ 169 പേജസും സെക്കൻഡ് ബുക്കിൽ അറൌണ്ട് 167 പേജസും ഉള്ളത്. പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഫോൺസും ആണ്. അപ്പോൾ നമ്മുടെ തേർഡ് ബുക്കായിട്ടുള്ള മൊറിസാക്കി ബുക്ക് ഷോപ്പിനെ നമുക്ക് ഈ സീരീസിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഈ ബുക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്നുള്ള പറയാം, വർത്ത് ഹൈപ്പ് ആണോ എന്നൊക്കെ പറയാം. നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഏത് ബുക്കാണ് വായിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അടുത്ത വീക്കെൻഡിൽ കാണാം. അതുവരെ ബൈ.